Hi friends, class 9th science chapter 5 fundamental unit of life. നമ്മൾ ഇന്ന് 4th ക്ലാസ്സിലേക്ക് പോവാണ്. Cytoplasm. When we look at the temporary mounds of onion peel as well as human cheek cells, we can see a large region of each cell enclosed by the cell membrane. This region take up very little stain. This is called cytoplasm. The cytoplasm is the fluid content inside the plasma membrane. It also contains many specialized cell organelles. Each of these organelles perform a specific function for the cell. നമ്മൾ നേരത്തെ ഓണിയൻ പീൽസ് മൗണ്ട് ഉണ്ടാക്കി ഹ്യൂമൻ ചീക്ക് സെല്ലെടുത്ത് അതിനെ ഒബ്സർവ് ചെയ്തു. ഇതിലൊക്കെ നമുക്കൊരു ഈ സെൽ മെംബ്രെയിൻ എൻക്ലോസ് ചെയ്യുന്ന സെൽ മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരു സ്ഥലം കാണാം. വളരെ കുറച്ച് സ്റ്റെയിൻ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. നേരത്തെ ന്യൂക്ലിയസ് പറഞ്ഞില്ലേ, നല്ല ഓവൽ ഷേപ്പ് അല്ലെ റൗണ്ട് ഷേപ്പിൽ നല്ലോണം സ്റ്റെയിൻ ചെയ്യപ്പെട്ട റീജിയൻ തന്നെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. അതുപോലെ കുറച്ച് മാത്രം സ്റ്റെയിൻ ചെയ്യപ്പെട്ട ഒരു റീജിയൻ ഉണ്ടാവും ഈ സെൽ മെംബ്രെയിൻ എൻക്ലോസ് ചെയ്തുകൊണ്ട്, സെൽ മെംബ്രെയിനിന് ചുറ്റുമുള്ളത്. ആ പോർഷനാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക. സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ ഉള്ളിലെ അതിൻ്റെ ഏറ്റവും ബൗണ്ടറി ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡ് പോലെ വെള്ളം പോലെയുള്ള ഒരു കണ്ടന്റിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ അകത്താണ് പല സെൽ ഓർഗനിലെയും സിറ്റുവേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇപ്പം ന്യൂക്ലിയസ് പോലും ആ സൈറ്റോപ്ലാസത്തിലുള്ള ഒരു സാധനമാണ്. Each of these organelles perform a specific function for the cell. ഓർഗനലെ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. Cell organelles are enclosed by cell membranes. നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലിന് ചുറ്റും മെംബ്രെയിൻ ഉണ്ടാവും. ഇനി ഓരോ സെൽ ഓർഗനിലേക്കും അതിന് ചുറ്റും ഒരു മെംബ്രെയിൻ ഉണ്ടാവും. In prokaryotes, besides the absence of a defined nuclear region, the membrane-bound cell organelles are also absent. നമ്മൾ നേരത്തെ പ്രോകാരിയോട്ട് സെല്ലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനൊരു ന്യൂക്ലിയസ് ഇല്ല, പകരം ന്യൂക്ലിയോയിഡ് ആണുള്ളത്. അവിടെ ഒരു മെംബ്രെയിൻ ബൗണ്ട് സാധനത്തിന്റെ ഉള്ളിലൊന്നും അല്ല ക്രോമസോം ഉള്ളത്, വെറുതെ ഇങ്ങനെ അതൊരു റീജിയനിൽ കാണപ്പെടുകയാണ് എന്നൊക്കെ. അതുപോലെ തന്നെ പ്രോകാരിയോട്ടിക് സെൽസിൽ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള വേറെ സെൽ ഓർഗനലൈസ് ഒന്നും ഇല്ല. അതേസമയം യൂക്കാരിയോട്സിന് അവർക്ക് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ മെംബ്രെയിൻ എൻക്ലോസ്ഡ് ഓർഗനലൈസ് ഉണ്ട്. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രോകാരിയോട്ടിന്റെ യൂക്കാരിയോട്ടിന്റെ ഒരു വ്യത്യാസമാണ്. പ്രോകാരിയോട്സിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല, യൂക്കാരിയോട്സിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസന്റ് ആണ്. അടുത്ത പോയിന്റ്, പ്രോകാരിയോട്ടിൽ മെംബ്രെയിൻ എൻക്ലോസ്ഡ് ഓർഗനലൈസ് ആബ്സെന്റ് ആണ്, യൂക്കാരിയോട്സിൽ മെംബ്രെയിൻ എൻക്ലോസ്ഡ് ഓർഗനലൈസ് പ്രസന്റ് ആണ്. The significance of membranes can be illustrated with the example of viruses. Viruses lack any membranes and hence do not show characteristic of life until they enter a living body and use its cell machinery to multiply. വൈറസ്, ഇപ്പം നമ്മൾ ചുറ്റിലും ഫുൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് വൈറസ്. നമ്മളെ ലോകം മുഴുവൻ ഇങ്ങനെ വൈറസിനോട് ഇങ്ങനെ പൊരുതിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം വൈറസസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരൊരു ഓർഗാനിസായിട്ടല്ലേ നമ്മൾ കണക്കാക്കുക. അവർക്ക് പക്ഷെ എന്തില്ല, ഒരു മെംബ്രെയിനും ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളിപ്പോൾ ഒരു ലിവിങ് സെല്ലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടാണ് സെൽ മെംബ്രെയിൻ പറഞ്ഞത്. പക്ഷെ അത് ആർക്കില്ല, വൈറസിനില്ല. ഇനി ഈ വൈറസ് ലിവിങ് ആണോ നോൺ ലിവിങ് ആണോ എന്ന് പല ചർച്ചയും നടക്കുന്നുണ്ട്. അപ്പോൾ വൈറസിന് നമുക്ക് ലിവിങ് ആണെന്ന് അതിലൊരു ലൈഫ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് ഒരു ലിവിങ് ബോഡിയിലേക്ക് എത്തണം. എന്നിട്ട് അവരെന്താക്കുന്നു വെച്ചാൽ ഇപ്പം മനുഷ്യന്മാരിലെ കയറിയെന്ന് വെച്ചാൽ മനുഷ്യന്റെ മെഷീനറി ഉപയോഗിച്ചിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്യും. ഭയങ്കര ആൾക്കാരാണ് വൈറസ്. ഇവിടെ നമ്മളോട് പ്രോകാരിയോട്ടിക് സെൽ യൂക്കാരിയോട്ടിക് സെൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവരെന്താ എഴുതിയത് നോക്കാം. പ്രോകാരിയോട്ടിക് സെൽ സൈസ് ജനറലി സ്മോൾ 1 to 10 micrometer,
അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ കേൾക്കാം, നമ്മൾ മീറ്റർ സെന്റിമീറ്റർ എന്നൊക്കെ കേൾക്കലുണ്ട്. പുതിയൊരു ടേമാണ് മൈക്രോമീറ്റർ. കണ്ടോ ആ ചിഹ്നം, ഒരു യു പോലത്തെ ചിഹ്നം കണ്ടില്ലേ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മൈക്രോമീറ്റർ ആണ്. ഒരു മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻6 മീറ്റർ, അത്രയും ചെറിയൊരു യൂണിറ്റ് ആണ്. അപ്പൊ എന്താ മൈക്രോമീറ്റർ? 1 മൈക്രോമീറ്റർ ഈസ് ഈക്വൽ ടു 10⁻⁻6 മീറ്റർ. ഇനി ഇതിന് നമ്മളോട് ഫില്ല് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ന്യൂക്ലിയർ റീജിയൻ എന്താ? അതിന്റെ പ്രോകാരിയോട്ടിക് സെൽസിൽ അതിന്റെ പേരെന്താ? ന്യൂക്ലിയോയിഡ്. അതിന് എന്തില്ല? ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ല. ഇനി ക്രോമസോം സിംഗിൾ ആയിരിക്കും. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനലൈസ് പ്രോകാരിയോട്ടിക് സെല്ലിലുണ്ടോ? ഇല്ല, ദേ ആർ ആബ്സെന്റ്. നെക്സ്റ്റ് യൂകാരിയോട്ടിക് സെല്ല് കാണാം. Their size is generally large, like plant cells, animal cells, and all we know that they are very large. Their nuclear region well defined and surrounded by a nuclear membrane. So we know that there is an organelle known as nucleus, and it is well defined by nuclear membrane. It has more than one chromosome, and membrane bound cell organelles are present in eukaryotic cell. Now we'll see cell organelles. Every cell has a membrane around it to keep its own content separate from the external environment. എല്ലാ സെല്ലിനും ഒരു സെൽ മെംബ്രെയിൻ ഉണ്ട്. ഒരു സെല്ലിന്റെ ഉള്ളിലെ കാര്യങ്ങളും പുറത്തുള്ള കാര്യങ്ങളും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Large and complex cell including cells from multicellular organisms need a lot of chemical activities to support their complicated structure and function. ഈ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം ഒക്കെ ഇല്ലേ, അതിനൊക്കെ ലാർജും കോംപ്ലക്സും ആയിട്ടുള്ള സെൽസ് ആണ് ഉണ്ടാവുക. അവർക്ക് ഒരുപാട് കെമിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് അവരുടെ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൽ സ്ട്രക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ ഫങ്ഷൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ടു കീപ് ദീസ് ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെന്റ് കൈൻഡ്സ് സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ, ദീസ് സെൽ യൂസ് മെംബ്രെയിൻ ബൗണ്ട് ലിറ്റിൽ സ്ട്രക്ചേഴ്സ് ഓർ ഓർഗനലൈസ് വിത്തിൻ ദംസെൽഫ്. സെൽ എന്താന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഇവര് കുഞ്ഞി കുഞ്ഞി മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓരോ സ്ട്രക്ചറായിട്ട് സെല്ലിൻ്റെ ഉള്ളിൽ ആക്കി വെക്കും. ഇപ്പൊ നമുക്ക് ആലോചിക്കാം, ഇപ്പൊ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടാവാൻ പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ പിന്നെ ക്ലാസിഫൈ ചെയ്തിട്ട് ഈ ഡ്യൂട്ടി ഒരാൾക്ക്, ഇപ്പം ഡെക്കറേഷൻ ഒരു ടീമിന്, പിന്നെ ഫുഡ് വേറൊരു കമ്മിറ്റി, ഇതിന്റെ ഗസ്റ്റിനൊക്കെ സ്വീകരിക്കുന്ന വേറൊരു കമ്മിറ്റി, അങ്ങനെ നമ്മൾ പല പല ആക്കിയിട്ട് ഇപ്പൊ ക്ലാസ്സിലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കൂലേ? അതുപോലെ തന്നെ സെല്ല് ഓരോ പണിക്ക് വേണ്ടിയിട്ട് ഓരോ സെൽ ഓർഗനലൈസിനെ ഉണ്ടാക്കും. ആ ഓരോ ഓർഗനലൈസും ചുറ്റിലും ഒരു മെംബ്രെയിനൊക്കെ ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ടീമായിരിക്കും എന്ന് ആലോചിക്കുക. Some of these organelles are visible only with an electron microscope. ഇതിൽ പല സെൽ ഓർഗനലുകളും നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. We have talked about the nucleus in a previous section. Some important examples of cell organelles which we will discuss now are endoplasmic reticulum, Golgi apparatus, lysosomes, mitochondria, plastids and vacuoles. ന്യൂക്ലിയസിനെ കുറിച്ച് നമ്മൾ പ്രീവിയസ് സെക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ വേറെ ചില സെൽ ഓർഗനൈസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അത് ഏതൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾജി apparatus or Golgi apparatus, lysosome, mitochondria, plastids and vacuoles. They are important because they carry out some very crucial functions in cells. ഇവർ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇവര് ഒരു സെല്ലിന്റെ കേസിൽ, ഇത് പ്ലാന്റോ ആനിമലോ ഏതൊരു ഓർഗാനിസമോ ആയിക്കോട്ടെ, അവരുടെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ചെയ്യുന്നവരാണ്. നമുക്ക് ആദ്യം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ നോക്കാം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ER മെംബ്രെയിൻ എന്നാണ്, അല്ലെങ്കിൽ ER റെറ്റിക്കുലം എന്ന് ഷോർട്ട് ആക്കി ER മെംബ്രെയിൻ എന്ന് പറയാറുണ്ട്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മെംബ്രെയിൻ. The endoplasmic reticulum is a large network of membrane bound tubes and sheets.
എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഇങ്ങനെ വളരെ വലിയൊരു നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ചെയ്തിട്ടുള്ള ട്യൂബുകളുടെ ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് ലോങ് ട്യൂബ്യൂൾസ് ഓർ റൗണ്ട് ഓർ ഒബ്ലോങ് ബാഗ്സ് ഓർ വെസിക്കിൾസ്. അങ്ങനെ കാണാൻ എങ്ങനെയാണെന്നറിയോ? ലോങ് ആയിട്ടുള്ള ട്യൂബ്യൂൾ പോലെയോ അല്ലെങ്കിൽ റൗണ്ട് ഓരോരോ അങ്ങനെ എന്താ പറയുക ഉണ്ട ബാഗ് പോലെയൊക്കെയാണ് ഇവരെ സ്ട്രക്ചർ കാണാനുണ്ടാവുക. The ER membrane is similar in structure to the plasma membrane. ഇവർ മെംബ്രെയിൻ ബൗണ്ടാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതിന്റെ മെംബ്രെയിൻ എന്ന് പറയുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. There are two types of ER. Rough endoplasmic reticulum, that is RER, rough endoplasmic reticulum, and smooth endoplasmic reticulum, SER. RER looks rough under a microscope because it has particles called ribosomes attached to its surface. നമ്മൾ പറഞ്ഞു ER രണ്ട് ടൈപ്പ് ഉണ്ട്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തുകൊണ്ടാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം മൈക്രോസ്കോപ്പിനുള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു റഫായിട്ട് തോന്നാൻ കാരണം? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ മുകളിൽ റൈബോസോംസ് എന്ന് പറഞ്ഞ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് റൈബോസോംസ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം? റൈബോസോം ഒന്നും ഇല്ലാത്ത, അതുകൊണ്ട് തന്നെ അതിന്റെ സർഫസ് നല്ല സ്മൂത്ത് പോലെയാണ് മൈക്രോസ്കോപ്പിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ കാണുക. അതുകൊണ്ട് അതിനെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് വിളിച്ചു. The ribosomes, which are present in all active cells, are the sites of protein manufacture. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്നതിന്റെ മെയിൻ സൈറ്റ് ആണ് ഈ റൈബോസോം എന്ന് പറയുന്നത്. എല്ലാ സെൽസിനും പ്രോട്ടീൻസ് ആവശ്യമാണ്. അതുകൊണ്ട് ഒരുവിധപ്പെട്ട എല്ലാ ആക്റ്റീവായിട്ടുള്ള സെൽസിലും ആരുണ്ടാവും? റൈബോസോം ഉണ്ടാവും. The manufactured proteins are then sent to various places in the cell depending on need. അങ്ങനെ റൈബോസോമിൽ വെച്ചിട്ടുണ്ടാക്കിയ പ്രോട്ടീൻ ഒരു സെല്ലിന്റെ എവിടെയാണോ ആവശ്യമുള്ളത് അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. The manufactured proteins are then sent to various places in the cell depending on need using ER. ഈ ERലൂടെയാണ് എവിടെ നമ്മളിപ്പോൾ പറഞ്ഞ റൈബോസോം ഉണ്ടെന്ന്, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ, അവിടെ വെച്ച് എന്തുണ്ടാകപ്പെടും? പ്രോട്ടീൻ ഉണ്ടാകും. എന്നിട്ട് അതൊരു ട്രാക്ക് പോലെ ആക്ട് ചെയ്തിട്ട് അത് സെല്ലിന്റെ പല ഭാഗത്തേക്ക് പ്രോട്ടീനെ ട്രാൻസ്പോർട്ട് ചെയ്യും. The smooth endoplasmic reticulum helps in the manufacture of fat molecules or lipids important for cell function. Some of these proteins and lipids help in building the cell membrane. This process is known as membrane biogenesis. നമ്മളിപ്പോൾ പറഞ്ഞു റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടാവുക. ആ റൈബോസോം ഉള്ളത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണെന്ന്. അപ്പം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഫംഗ്ഷൻ എന്താ? അതാണ് ലിപ്പിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് മോളിക്യൂൾസിന്റെ സൈറ്റ് ഓഫ് സിന്തസിസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻസും ലിപ്പിഡ്സും എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സെൽ മെംബ്രെയിൻ ഇല്ലേ അത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിന് പറയാം മെംബ്രെയിൻ സിന്തസൈസ് ചെയ്യുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ പറയാം മെംബ്രെയിൻ ബയോജെനസിസ് എന്നാണ്. അപ്പൊ നമുക്കിത് ഓർക്കാൻ വേണ്ടിയിട്ട് നോക്കൂ, RER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, R ഫോർ റൈബോസോം. അപ്പൊ അങ്ങനെ ആലോചിച്ച് നോക്കാം, റൈബോസോം ഉള്ളത് RERലാണ്. Although the ER varies greatly in appearance in different cells, it always form a network system. ഇവിടെ ആനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ നോക്കാം. ഓരോ ഓർഗനലെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ പ്ലാന്റ് സെല്ലിന്റെ പിക്ചർ ഉണ്ടാവും. അപ്പൊ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്തൊക്കെ ഡിഫറൻസ് ആണ് പ്ലാന്റ് സെല്ല്, ആനിമൽ സെല്ല്. കുറെ ഓർഗനലൈസും സ്ട്രക്ചറും ഒക്കെ സിമിലർ ആണ്, പക്ഷെ ഡിഫറൻസും ഉണ്ട്. അപ്പം ഇവിടെ ഏറ്റവും പുറത്ത് പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. നമ്മളിപ്പോൾ പഠിച്ചു സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും ഉണ്ട്. അതിൽ റഫ് ആയിട്ടുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ കണ്ടോ ഉണ്ട കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കാണിക്കുന്നത്? അതെന്താ? അതാണ് റൈബോസോം. എവിടെ വെച്ചിട്ടാ പ്രോട്ടീൻ സിന്തസിസ് നടക്കുക? റൈബോസോമിൽ വെച്ചിട്ട്. അപ്പം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ മുകളിൽ റൈബോസോം ഉണ്ട്. അതേപോലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ
റൈബോസോം ഇല്ല. ദേ ആർ ദ സൈറ്റ് ഫോർ ഫാറ്റ് ഓർ ലിപ്പിഡ് സിന്തസിസ്. പിന്നെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, സൈറ്റോപ്ലാസം എന്താ ഇതിനുള്ളിലുള്ള ഈ ഫ്ലൂയിഡ് ലൈക്ക് റീജിയനാണ് നമ്മൾ സൈറ്റോപ്ലാസം എന്ന് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു. ഇനി thus one function of ER is to serve as channels for the transport of materials, especially proteins, between various regions of the cytoplasm or between the cytoplasm and the nucleus. അപ്പോൾ ERന്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ചാനലായിട്ട് അല്ലെങ്കിൽ ഒരു ട്രാക്കായിട്ട് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? പല മെറ്റീരിയൽസും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി പ്രോട്ടീൻസ് ആണ്. സൈറ്റോപ്ലാസങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ ഒരു സൈറ്റോപ്ലാസത്തിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്കോ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്ന സൈറ്റോപ്ലാസത്തിലേക്കോ ഒക്കെ കൊണ്ടുപോകുന്നത് ER മെംബ്രെയിൻ ER ത്രൂ ആണ്. The ER also function as cytoplasmic framework, providing a surface for some of the biochemical activities of the cell. ഇത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന് മുകളിൽ വെച്ചിട്ട് പല ബയോകെമിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. In the liver cells of the group of animals called vertebrates, smooth endoplasmic reticulum plays a crucial role in detoxifying many poisons and drugs. Vertebrates എന്താന്നൊക്കെ നിങ്ങൾ ചാപ്റ്റർ 7 പഠിക്കും. ആ വെർട്ടിബ്രേറ്റ്സിലെ സ്പെസിഫിക് ആയിട്ടുള്ള ലിവർ സെൽസിൽ ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ എസ്പെഷ്യലി സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ടാണ് പല പോയ്സൺസും ഡ്രഗ്സും ഒക്കെ ഡീടോക്സിഫൈ ചെയ്യുക. എന്താ ഡീടോക്സിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ടോക്സിക് വിഷാംശമുള്ള പോയ്സൺസും ഡ്രഗ്സും ഒക്കെ നമ്മുടെ ശരീരത്തിന് അത്ര കേടില്ലാത്ത തരത്തിലേക്ക് മാറ്റാം. എവിടെ വെച്ചിട്ടാ? ലിവർ സെൽസിലെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ടാണ്. ഇനി നെക്സ്റ്റ് ഇതാ ഒരു പ്ലാന്റ് സെല്ലിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാണാത്ത ഒരു സ്ട്രക്ചർ ആയിരുന്നു ഇത്, ഇല്ലേ? ഒരു സെല്ലിന്റെ നോക്ക് ഒരു മേജർ പാർട്ടും കവർ ചെയ്ത് പോകുന്നത് ആരാ? ഈ സ്ട്രക്ചറാണ് പ്ലാന്റിന്റെ കേസിൽ. ഇത് ആരാണ്? ദിസ് ഈസ് വാക്യൂൾ. നിങ്ങൾ നോക്ക്, ഇവിടെ അതല്ലാണ്ട് ക്ലോറോപ്ലാസ്റ്റ് കാണാനുണ്ട്, പിന്നെ സെൽ വോൾ കാണാനുണ്ട്. സെൽ വോൾ, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂൾ ഇതൊന്നും നമ്മൾ നേരത്തെ ആനിമൽ സെല്ലിൽ കണ്ടിട്ടില്ല. പക്ഷേ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ലൈസോസോം, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ന്യൂക്ലിയസ്, ഗോൾജി അപ്പാരറ്റസ്, ന്യൂക്ലിയർ എൻവലപ്പ്, പ്ലാസ്മ മെംബ്രെയിൻ, ഈ മൈറ്റോകോൺട്രിയ, റൈബോസോം ഒക്കെ രണ്ടിലും കോമൺ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നൗ വി വിൽ മൂവ് ടു നെക്സ്റ്റ് ഓർഗനിലെ. ഏതാണത്? Golgi apparatus. The Golgi apparatus, first described by Camillo Golgi, consists of a system of membrane-bound vesicles arranged approximately parallel to each other in stacks called cisterns. Golgi apparatus എന്ന് പറയുന്നത് കാമില്ലോ ഗോൾജി എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത്. ഇവർ എന്താന്ന് വെച്ചാൽ മെംബ്രെയിൻ ബൗണ്ട് ചെയ്തിട്ടുള്ള കുറേ വെസിക്കിൾസ് ഇങ്ങനെ പാരലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ അട്ടിയായിട്ട് അതിനാണ് നമ്മൾ സിസ്റ്റേണേഴ്സ് എന്ന് വിളിക്കുക. സിസ്റ്റേൺസ്. ദീസ് മെംബ്രെയിൻ ഓഫൻ ഹാവ് കണക്ഷൻസ് വിത്ത് ദ മെംബ്രെയിൻസ് ഓഫ് ER and therefore constitute another portion of a complex cellular membrane system. അപ്പോൾ ഇത് അധികവും ഇപ്പം നമ്മൾ പറഞ്ഞ വെസിക്കിൾസ്, മെംബ്രെയിൻ ബൗണ്ട് വെസിക്കിൾസ് അധികവും ERന്റെ മെംബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് കാണുക. അപ്പോൾ ഒരു സെല്ലിലുള്ള ഒരു മെംബ്രെയിൻ സിസ്റ്റം, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള മെംബ്രെയിൻ സിസ്റ്റം ആണ് ഇത് കാണിക്കുന്നത്. The material synthesized near the ER is packaged and dispatched to various targets inside and outside the cell through Golgi apparatus. Its function include the storage, modification and packaging of products in vesicles. ERന്റെ അടുത്ത് സിന്തസൈസ് ചെയ്ത മെറ്റീരിയൽസ് പാക്ക് ചെയ്ത് അതിനെ ഡിസ്പാച്ച് ചെയ്യുന്നത് പല സ്ഥലങ്ങളിലേക്ക്, ഓരോ സ്ഥലങ്ങളിലേക്കായിരിക്കും അതിൻ്റെ ടാർഗറ്റ് സൈറ്റ് ഉണ്ടാവുക.
അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നത് ഗോൾജി അപ്പാരറ്റസിലൂടെയാണ്. ഇറ്റ്സ് ഫംഗ്ഷൻ ഇൻക്ലൂഡ് ദ സ്റ്റോറേജ്, മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് പ്രൊഡക്ട്സ് ഇൻ വെസിക്കിൾസ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? സ്റ്റോറേജ്, സ്റ്റോർ ചെയ്ത് വെക്കല്, മോഡിഫിക്കേഷൻ ആൻഡ് പാക്കേജിംഗ് ഓഫ് പ്രൊഡക്ട്സ്, എന്തെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്ട്സിന്റെ സ്റ്റോറേജ്, അതിന്റെ മോഡിഫിക്കേഷന്, അതിനെ പാക്ക് ചെയ്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്? ഗോൾജി അപ്പാരറ്റസിന്റെ ഡ്യൂട്ടിയാണ്. ഇൻ സം കേസസ് കോംപ്ലക്സ് ഷുഗേഴ്സ് മേ ബി മെയ്ഡ് ഫ്രം സിമ്പിൾ ഷുഗേഴ്സ് ഇൻ ദ ഗോൾജി അപ്പാരറ്റസ്. ചില സ്ഥലങ്ങളിൽ സിമ്പിൾ ആയിട്ടുള്ള ഷുഗേഴ്സ് നിന്ന് കോംപ്ലക്സ് ഷുഗർ ഉണ്ടാവുന്നതും ഗോൾജി അപ്പാരറ്റസിൽ വെച്ചിട്ടാണ്. ദ ഗോൾജി അപ്പാരറ്റസ് ഈസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ലൈസോസോം. നമ്മൾ വേറെ ഒരു സെൽ ഓർഗനലായിട്ട് പഠിക്കും ലൈസോസോംസ്. അതിന്റെ ഫോർമേഷനിലും ഗോൾജി അപ്പാരറ്റസിന് റോൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു ക്യാമലോ ഗോൾജി ആണ് ഗോൾജി ഫസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ ഉണ്ട്. ക്യാമലോ ഗോൾജി വാസ് ബോൺ അറ്റ് കോർട്ടിനോ നിയർ ബ്രസീൽ. നിങ്ങൾക്ക് വായിച്ചു നോക്കാം അതിൽ അദ്ദേഹത്തിനെ പറ്റിയിട്ട് ഒരു ബ്രീഫ് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ അടുത്ത സെൽ ഓർഗനിലേക്ക് പോവാണ്, ലൈസോസോംസ്. ലൈസോസോംസ് ആർ എ കൈൻഡ് ഓഫ് വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഓഫ് ദ സെൽ. നമ്മളെ കമ്പ്യൂട്ടറിന് ഇപ്പോൾ റീസൈക്കിൾ ഡിലീറ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് റീസൈക്കിൾ ബിന്നിലേക്ക് പോവാം. വീട്ടിലാണെങ്കിൽ നമ്മൾ ഡസ്റ്റ്ബിൻ വെക്കും. അതുപോലെ ഒരു സെല്ല്, നമ്മളൊരു സെല്ലിനെ ഒരു വർക്കിംഗ് സ്പേസ് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അതിലെ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം എന്ന് പറയുന്നത് ലൈസോസോം ആണ്. ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ടല്ലോ സെൽ ഓർഗനൈസിന്. അപ്പം ലൈസോസോമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈസോസോംസ് ഹെൽപ്പ് ടു കീപ് ദ സെൽ ക്ലീൻ ബൈ ഡൈജസ്റ്റിംഗ് എനി ഫോറിൻ മെറ്റീരിയൽ ആസ് വെൽ ആസ് വോൺ ഔട്ട് സെൽ ഓർഗനൈസ്. സെല്ലിൽ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സെല്ലിന്റെ എന്തെങ്കിലും വേസ്റ്റ് ആയിട്ടുള്ള പ്രശ്നം പറ്റിയ ഓർഗനൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഡൈജസ്റ്റ് ചെയ്താൽ. അപ്പോൾ ഒരു സെല്ലിനെ ക്ലീൻ ആക്കി വെക്കുന്നതിൽ വളരെ വലിയൊരു റോളാണ് ലൈസോസോംസിനുള്ളത്. Foreign materials entering the cell, such as bacteria or food, as well as old organelles, end up in the lysosomes, which break them up into small pieces. ഇങ്ങനെ ഫോറിൻ മെറ്റീരിയൽ, ഇപ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ബാക്ടീരിയ കടന്നു കയറുകയാണ്, ഏതെങ്കിലും ഫുഡ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ പഴയതായിട്ടുള്ള ഓർഗനലൈസ്, ഇവരൊക്കെ ഇങ്ങനെ സെല്ലിൽ വെച്ചുകൊണ്ടിരുന്ന സെല്ലിന് അത് കേടാണ്. അപ്പൊ അതിനെ അങ്ങ് കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കി കളയും. ആര്? ലൈസോസോമിൽ വെച്ചിട്ട്. Lysosomes are able to do this because they contain powerful digestive enzymes capable of breaking down all organic material. ഇങ്ങനെയുള്ള ഓർഗാനിക് മെറ്റീരിയൽ നമ്മൾ പറഞ്ഞു കഷ്ണം മുറിച്ചാക്കി കളയുന്നു. അങ്ങനെ ആക്കണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വേണം? ഡൈജസ്റ്റീവ് എൻസൈംസ് വേണം. അപ്പോൾ അവരതിനെ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് കളയും. During the disturbance in cellular metabolism, for example, when the cell gets damaged, lysosome may burst and the enzyme digests their whole cell. Therefore, lysosomes are also known as suicide bags of a cell. Structurally, lysosomes are membrane-bound sacs filled with digestive enzyme. These enzymes are made by റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞത് ലൈസോസോമിന് വേറൊരു പേരും കൂടെ ഉണ്ട്. അതാണ് സൂയിസൈഡ് ബാഗ് ഓഫ് എ സെൽ. സൂയിസൈഡ് ബാഗ് ഓഫ് എ സെൽ എന്തുകൊണ്ടാണെന്നറിയോ ഇവരിങ്ങനെ വിളിക്കുന്നത്? ഇപ്പോൾ ഒരു സെല്ലിൽ എന്തെങ്കിലും ഒരു ഡാമേജ് പറ്റിയെന്ന് വിചാരിക്കുക. സെല്ലിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു ഡാമേജ് പറ്റി. അത് ആ ഒരു സെല്ലിൽ തന്നെ ആ ഡാമേജ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ഡാമേജ് ചിലപ്പോൾ അടുത്ത സെല്ലിലേക്കൊക്കെ പകരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ സെല്ല് ഒറ്റയ്ക്ക് എന്ത് വിചാരിക്കും? ഞാൻ അങ്ങ് സൂയിസൈഡ് ചെയ്താലാ, അപ്പം മറ്റേ സൈഡിലേക്കുള്ള സെല്ലിലേക്ക് ഇത് പകരില്ലല്ലോ. അപ്പം അതെങ്ങനെയാണ് സൂയിസൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു സെല്ല് എങ്ങനെ സ്വയം ഇല്ലാതാക്കുന്നതെന്ന് വെച്ചാൽ അതിലുള്ള ലൈസോസോം അങ്ങ് ബേസ്റ്റ് ചെയ്യും. അപ്പം ലൈസോസോമിൻ്റെ ഉള്ളിൽ ആരുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസിനെ നല്ലോണം സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് ലൈസോസോമിൻ്റെ ഉള്ളിൽ. ലൈസോസോമിൻ്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങൾ മാത്രം നമുക്ക് ഡൈജസ്റ്റ് ചെയ്ത് ഇല്ലാണ്ടാക്കാൻ
ഇല്ലാണ്ടാക്കിയാൽ മതി. പക്ഷേ ലൈസോസോം ബേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ എൻസൈംസ് ഒക്കെ പുറത്തു വരും. അപ്പൊ എൻസൈംസ് എന്തൊക്കെ കാണുന്നു അതൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കളയും. അപ്പൊ മൊത്തത്തിൽ ആ സെല്ലിനെ തന്നെ അങ്ങ് ഡൈജസ്റ്റ് ചെയ്ത് കളയും. അതുകൊണ്ടാണ് അവരെ സൂയിസൈഡ് ബാഗ് ഓഫ് എ സെൽ എന്ന് വിളിക്കുന്നത്. ഇനി സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ലൈസോസോമും മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിനുള്ളിൽ നിറച്ച് എന്താ ഉള്ളത്? ഡൈജസ്റ്റീവ് എൻസൈംസ്. ഈ എൻസൈംസ് എവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് മൈറ്റോകോൺഡ്രിയ. ഓർഗനലിന്റെ പേരെന്താ? മൈറ്റോകോൺഡ്രിയ. മൈറ്റോകോൺഡ്രിയ ആർ നോൺ ആസ് ദ പവർ ഹൗസസ് ഓഫ് ദ സെൽ. അപ്പൊ നമ്മൾ സൂയിസൈഡ് ബാഗ് പഠിച്ചു. നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് പവർ ഹൗസ് ഓഫ് ദ സെൽ ആണ്. എനർജി കൊടുക്കുന്ന സ്ഥലം ഏതാണത്? മൈറ്റോകോൺഡ്രിയ. The energy required for various chemical activities needed for life is released by mitochondria in the form of ATP, adenosine triphosphate. ഒരു സെല്ലിന് ഓരോ കെമിക്കൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിലും അതിന്റെ ലൈഫ് നിലനിർത്തണമെങ്കിൽ ഒരുപാട് കെമിക്കൽ പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. അതിനൊക്കെ എന്ത് വേണം? എനർജി വേണം. ഈ എനർജി എവിടുന്നാണ് കിട്ടുന്നത്? മൈറ്റോകോൺഡ്രിയ എന്നാണ്. ഈ മൈറ്റോകോൺഡ്രിയ എനർജി മോളിക്യൂൾസ് ആയിട്ടുള്ള ATP, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് മോളിക്യൂൾസിനെ ഉണ്ടാക്കും. ATP ഈസ് നോൺ ആസ് എനർജി കറൻസി ഓഫ് ദി സെൽ. നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൂയിസൈഡ് ബാഗ് ഓഫ് സെൽ എന്താ? ലൈസോസോംസ്. പവർ ഹൗസ് ഓഫ് എ സെൽ? മൈറ്റോകോൺഡ്രിയ. എനർജി കറൻസി ഓഫ് ദി സെൽ? ATP. The body uses energy stored in ATP for making new chemical compounds and for mechanical work. ഒരു സെല്ല് അല്ലെങ്കിൽ ഒരു ബോഡി അതിന്റെ മെക്കാനിക് വർക്കും കെമിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ ചെയ്യണമെങ്കിൽ അത് ATPന്റെ രൂപത്തിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. മൈറ്റോകോൺഡ്രിയ ഹാവ് 2 മെംബ്രെയിൻ കവറിംഗ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റ് 1. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ലൈസോസോം മെംബ്രെയിൻ ബൗണ്ട് ആണ്. ഇതിനൊക്കെ ഒരു മെംബ്രെയിനേ ഉള്ളൂ. പക്ഷെ മൈറ്റോകോൺഡ്രിയക്ക് 2 മെംബ്രെയിൻ ഉണ്ട്. The outer membrane is very porous while the inner membrane is deeply folded. മൈറ്റോകോൺഡ്രിയന്റെ പുറത്തുള്ളത് കുറെ പോഴ്സ് ഒക്കെ ഉള്ള ഒരു മെംബ്രെയിൻ ആണ്. പക്ഷെ ഇന്നർ മെംബ്രെയിൻ എന്ന് പറയുന്നത് വല്ലാണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുള്ള നമ്മൾ സ്ട്രക്ചർ നോക്കുമ്പോൾ മനസ്സിലാവും. These folds create a large surface area for ATP generating chemical reaction. ATP ഉണ്ടാക്കാനുള്ള ATPന്റെ സിന്തസിസ് നടക്കുന്നത് ശരിക്കും ഈ ഇന്നർ മെംബ്രെയിനിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കിടന്നാൽ നമുക്ക് ഒരുപാട് റീജിയൻ കിട്ടും, സർഫസ് ഏരിയ കിട്ടും. എന്തിനു വേണ്ടിയിട്ട്? കുറേ ATP ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. മൈറ്റോകോൺഡ്രിയ ആർ സ്ട്രേഞ്ച് ഓർഗനലി in the sense that they have their own DNA and ribosomes. Therefore, mitochondria are able to make some of their own proteins. മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇതുവരെ പറഞ്ഞ ഓർഗനലൈസിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ്. നമ്മൾ പറഞ്ഞു എവിടെയാണ് ഒരു സെല്ലിൽ DNA ഉണ്ടാവുക? യൂക്കാരിയോട്സിന്റെ കേസിലാണെങ്കിൽ അത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. പക്ഷേ മൈറ്റോകോൺഡ്രിയക്ക് സ്വന്തമായിട്ട് DNA ഉണ്ട്. മൈറ്റോകോൺഡ്രിയൽ DNA ഉണ്ട്. ന്യൂക്ലിയസിലുള്ള DNA അല്ലാണ്ട് അതേ സെല്ലിൽ മൈറ്റോകോൺഡ്രിയന്റെ ഉള്ളിൽ മൈറ്റോകോൺഡ്രിയന്റെ സ്വന്തമായിട്ടുള്ള DNA ഉണ്ട്. അതുപോലെ തന്നെ റൈബോസോമും ഉണ്ട്. അപ്പൊ റൈബോസോം ഉണ്ടെങ്കിൽ അവിടെ എന്ത് നടക്കും എന്നറിയാം? പ്രോട്ടീൻ സിന്തസിസിന്റെ സൈറ്റ് ആണല്ലോ റൈബോസോം. അപ്പൊ മൈറ്റോകോൺഡ്രിയക്ക് സ്വന്തം പ്രോട്ടീൻസ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്.